എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ നിന്ന് കാലട്ടെ വിട്ടാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിനക്ക് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ, അതിന് എന്താ കുഴപ്പം? ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്. ആര് വേലി കിടക്കണ ഒരുവനുണ്ടല്ല പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഉപ്പ് അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ, അതൊക്കെ അവരോട് ചോദിക്കണം. അവർ അതിൻ്റെ തക്ക സമയത്ത് കാലങ്ങൾക്കായിരുന്നു വരുമ്പോൾ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ മുഖ്യമന്ത്രി മാറണമെന്നല്ലേ ആവശ്യം CPIയുടെ യോഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി മാറണം. ഞാൻ ഈ ശിവേരി വന്നിട്ടൊരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐത്യയാധികാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണും ഈ കൂട്ടത്തിൽ. ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല ചെയ്തില്ലേ? ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് സാംസ്കാരിക കേരളം പിറവി കൊണ്ടതും ഇന്ന് ഈ കാണുന്ന സാംസ്കാരിക അഭിവൃദ്ധി കൈവരിച്ചതും. എന്നാൽ ഇപ്പോഴും ചില സാമുദായിക നേതാക്കൾ, പേരെടുത്ത് തന്നെ പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP സമുദായത്തിന്റെ പരമാചാര്യനായ സാമുദായിക നേതാവ് ഇപ്പോഴും ആ ഇരുണ്ട യുഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷത്തിനുണ്ടായ ദയനീയമായ പരാജയത്തിന്റെ വിലയിരുത്തൽ നടത്തിയ CPI എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷി CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മുഖ്യമന്ത്രി ഭരണം ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം പോലും CPI നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിണറായി വിജയന്റെ വലിയേട്ടൻ മനോഭാവം സഹിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ മുന്നണികൾ തുടരേണ്ട എന്ന് തന്നെയാണ് പലപ്പോഴും പല CPI നേതാക്കളും യോഗത്തിൽ പൊട്ടിത്തെറിച്ചതായി പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ CPIയുടെ ഇത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനോട് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പരാതിയല്ലേ ഉള്ളൂ, ഈ ഐത്തക്കാരനായ ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതല്ലേ നിങ്ങൾക്ക് വിഷയം? മറ്റേതെങ്കിലും ഒരു മുൻ ജാതിക്കാരനായിരുന്നെങ്കിൽ, മേൽജാതിക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ ആരും മുറവിളി കൂട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി നടേശൻ സംസ്കാര ലേശമന്യേ സംസാരിച്ചത്. ഇപ്പോഴും ഒരു സമുദായത്തെ ഐത്ത സമുദായമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ ഉദ്ധാരകനാണ് താൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ കേരളത്തെ തടച്ചിടുവാൻ വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇരുണ്ട യുഗത്തിൽ നിന്ന് കേരളം ഒരുപാട് മുന്നോട്ട് പോയി. കേരളത്തിൽ ഐത്തവും തീണ്ടലും ജാതി കെറിവുകളും ഉള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നത്. ആ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് സമുദായങ്ങളെയും മനുഷ്യരെയും ധ്രുവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാമാന്യ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. 10 കൊല്ലക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തണലിൽ CPI സസുഖം വാണിട്ട് ഇപ്പോൾ ചതിയൻ ചന്തുവിനെ പോലെ കാലിലിട്ട് ചവിട്ടി തള്ളി പറയുന്നത് ശരിയായല്ല, അത് മര്യാദയല്ല, അത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്രത്തോളം വിശ്വസ്ത വിധേയനായി അടിമത്ത മനോഭാവത്തോടു കൂടി വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത്. കേന്ദ്രത്തിൽ NDAയ്ക്കൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയെയും നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ, വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കേന്ദ്രം ഭരിക്കുന്നവരോടൊപ്പം കേരളം ഭരിക്കുന്നവരോടൊപ്പം തന്നെയാണ് എപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നിലകൊണ്ടിട്ടുള്ളത്. അധികാര കേന്ദ്രങ്ങളുടെ കൂടെ നിന്നാലേ തനിക്ക് നിലനിൽപ്പുള്ളൂ, അഥവാ തന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഇടപാടുകളെല്ലാം അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള കേസുകൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അധികാരം കൈയാളുന്നവരുടെ കൂടെ നിന്നാലേ തനിക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമുദായത്തെ ആകെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ജാതി മത ഐത്ത വർണ്ണ വൈജാത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമുദായത്തെയും സമൂഹത്തെയും ഭിന്നിപ്പിക്കുന്ന ജോലി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ സാമുദായിക നേതാവ് നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയക്കാരുള്ള
ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പല രാഷ്ട്രീയക്കാരും വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് നഷ്ടമാകരുതെന്ന് കണക്കാക്കി പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ആളുകൾ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ജാതി മത രാഷ്ട്രീയത്തിന്റെ വക്താവായി മാത്രമാണ് ചിത്രീകരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇത് ഇനിയെങ്കിലും നിർത്തി വയസ്സാങ്കാലത്ത് വീട്ടിലിരിക്കണം എന്ന് തന്നെയാണ് പല ആളുകളും പറയുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസ്ത വിധേയനായി നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചതിന്റെ അല്ലെങ്കിൽ വിശദീകരിച്ചതിന്റെ, പിണറായി വിജയനെ ന്യായീകരിച്ചതിന്റെ, CPI തള്ളി പറഞ്ഞുകൊണ്ട് ചതിയൻ ചന്തു എന്ന് പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി മാറണമെന്നല്ല ആവശ്യം CPIയുടെ യോഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി മാറണം. ഈ ശിവേരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐത്യയാധികാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണും ഈ കൂട്ടത്തിൽ. ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടി വന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഒരു പത്രശ്രമമാണ്. നിങ്ങളാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു നേരെ പിള്ളേരെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിൻ്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിൻ്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ പേരെ ഞങ്ങൾ വരുന്നില്ല. പക്ഷേ എന്നെ ഉപദ്രവിക്കുക, ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലട്ടെ വിട്ടെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അതിന് ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ചില ആൾക്കാർക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ, പുതിയൊരു വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ ഉണ്ടാകും. അത് കൊള്ള നടത്തിയവനെ പിടിക്കട്ടെപ്പാ. അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? വേലി കിടക്കണ ഒരുവനുണ്ടല്ല, പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഉപ്പ് അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. അതൊക്കെ അവരോട് ചോദിക്കണം. അവർ അതിൻ്റെ തക്ക സമയത്ത് കാലങ്ങൾക്കായിരുന്നു വരുമ്പോൾ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം എന്താ? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം തരും മിസ്റ്റർ. അത് തുടങ്ങി സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം.
സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്